I am Shrija. IGNOU യൂണിവേഴ്സിറ്റിയുടെ എംകോം ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റായ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിൽ ഫസ്റ്റ് യൂണിറ്റായ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒരു കൺക്ലൂഡിംഗ് പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിക്കാം. എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ്? പ്രൊഫസർ ഇവാൻ ജെ ഡഗ്ലസ് മാനേജീരിയൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Managerial economics is concerned with the application of economic principles and methodologies to the decision making process within the firm or organization under the conditions of uncertainty. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ പറയുന്നത് ഡഗ്ലസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സ്ഥാപനത്തിനകത്ത്, ബിസിനസ് ഫേമിനകത്ത്, ഓർഗനൈസേഷനകത്ത് മാനേജ്മെൻറ്റിന് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്. അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് അവർക്ക് എടുക്കാനുള്ളത്. അധികവും അൺസർട്ടൈൻ ആയിട്ടുള്ള, അനിശ്ചിതത്വം നിറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും, എത്ര ബിസിനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് ഫിനാൻഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നമുക്ക് ചെയ്യേണ്ടി വരും, എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യണം, പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം, എത്ര എംപ്ലോയീസിനെ വയ്ക്കണം, അതിൻ്റെ ഡിമാൻഡ്, സപ്ലൈ, പ്രൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് മാനേജ്മെൻറ്റിന് ഒരു സ്ഥാപനത്തിനകത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങളാകട്ടെ അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഡിസിഷനാണ്. അങ്ങനെയുള്ള ഡിസിഷനിൽ നമ്മൾ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തഡോളജി, സാമ്പത്തികമായിട്ടുള്ള തത്വങ്ങളും സിദ്ധാന്തങ്ങളും ടൂൾസും എല്ലാം അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ള ഒരു ഡെഫിനിഷനിൽ ഡഗ്ലസ് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഡിസിപ്ലിനാണ്. മാനേജീരിയൽ എക്കണോമിക്സും അതർ ഡിസിപ്ലിനും. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയല്ല. അത് ഒരുപാട് ഡിസിപ്ലിനുകൾ ചേർന്നതാണ്. ഡിസിപ്ലിനുകൾ ഒരുമിച്ച് ചേർന്ന് അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ്, ഒരു ശാസ്ത്രശാഖയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന മറ്റ് ഡിസിപ്ലിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സ് അത് വരുന്ന കണക്റ്റഡ് വിത്ത് മാനേജീരിയൽ എക്കണോമിക്സ്. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് മൈക്രോ എക്കണോമിക്സ്? അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റവും മാർക്കറ്റ്, പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ്, അതുപോലെ പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനെയും വളരെ സൂക്ഷ്മമായിട്ടുള്ള ഓരോ ഘടകങ്ങളും ഇൻഡിവിജ്വൽ ഐറ്റത്തിനെയും നമ്മളെടുത്ത് അതിനെ വിശകലനം ചെയ്യുന്നതാണ് ഇത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈക്രോ എക്കണോമിക്സുമായിട്ട് എന്തിന് കണക്റ്റഡ് ആണ്? മാനേജീരിയൽ എക്കണോമിക്സ് കണക്റ്റഡ് ആണ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഇൻക്ലൂഡഡ് ആണ്. ഇതും കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇലോബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വൈഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഓൾ ഇന്ത്യ മൊത്തം നാഷണൽ ഇൻകം, നമ്മളുടെ മൊത്തം ദേശീയ വരുമാനം എത്രയാണ്, അതുപോലെ തന്നെ മൊത്തം ഇൻട്രസ്റ്റ്, എക്സ്പോർട്ട്, കയറ്റുമതി, ഇറക്കുമതി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റുകൾ, അതുപോലെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ മൊത്തം കണക്കുകളും ഇതിൽ വരുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതിൽ വരുന്നുണ്ട്? നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സിൽ ഈ പറയുന്ന ഒരു ഡിസിപ്ലിനും ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ഓരോ വശങ്ങളും നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സ് റേറ്റ്, അതൊക്കെ കണക്കിലെടുത്ത് ആണ് ഓരോ ബിസിനസ്സും അവരുടെ പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ അവരുടെ ടാക്സ്, പ്രോഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് കണക്കിലെടുക്കണം? മാക്രോ എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തണം. ആ ഒരു ഡിസിപ്ലിൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പിന്നെ വരുന്നത് ഓപ്പറേഷൻ റിസർച്ച് ആണ്. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ അതിലൊരു പോസിബിലിറ്റീസ് ആണ്. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ചേർന്നുകൊണ്ട് പോസിബിലിറ്റി, സാധ്യതകൾ, ലിനിയർ പ്രോഗ്രാമിംഗ് പോലെയുള്ള
ഓപ്പറേഷൻ റിസർച്ചിൽ ഉപയോഗിക്കുന്നത്. റിസർച്ച് നടത്തുകയാണ്, ഗവേഷണം നടത്തുന്നു നമ്മളിതിൽ. അതിനുള്ള സാധ്യതകൾ, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ സാധ്യതകൾ, പോസിബിലിറ്റീസ്, അത് എത്രമാത്രം സാധ്യതകളുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ. അപ്പോൾ ഇതും നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമ്മളുടെ ഓരോ പോസിബിലിറ്റീസ് മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓപ്പറേഷൻ റിസർച്ച് ഉൾപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഗുണം. നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലും മാത്തമാറ്റിക്കൽ ടൂളുകളാണ്, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ ഈ പറയുന്ന മെത്തേഡ്സ്, മാത്തമാറ്റിക്കൽ ടേമുകൾ നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഡിസിപ്ലിനും നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ഉൾപ്പെടുത്താറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസിഷൻ ആണ്, ഡിസിഷൻ തിയറി. എന്താണ് ഡിസിഷൻ തിയറി? തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ പറഞ്ഞു ഡഗ്ലസിന്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു ഡിസിഷൻ തിയറിയെ കുറിച്ച്. ഡിസിഷൻ മേക്കിംഗ് എന്തിനാണ്? ഡിസിഷൻ മേക്കിങ്ങിലാണ്. ഡിസിഷൻ മേക്കിംഗ് സ്ഥാപനത്തിനകത്ത് ഡിസിഷൻ മേക്കിങ്ങിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്കണോമിക് പ്രിൻസിപ്പിൾസ്, എക്കണോമിക് മെത്തഡോളജീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്? നമ്മൾ അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ, നമ്മളുടെ ഫ്യൂച്ചർ എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിൽ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് കൺസെപ്റ്റുകൾ, എക്കണോമിക് തിയറി, എക്കണോമിക് ടൂൾസുകൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനും ഇത് മാനേജറിയൽ എക്കണോമിക്സുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. തീരുമാനങ്ങൾ, കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ, ആപ്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ ഒരു തീരുമാനത്തിൽ, ഒരു ഡിസിഷനിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിൻ്റെ ഫെയിലിയറിലേക്ക് നയിക്കും. അപ്പോൾ ഒരു സ്ഥാപനവും ഫെയിലിയർ ആകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഏതൊരു സ്ഥാപനത്തിൻ്റെയും സക്സസിൻ്റെ പിന്നിൽ നല്ല നല്ല ഡിസിഷൻ ആയിരിക്കും, തീരുമാനങ്ങളാണ്. തീരുമാനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻ തിയറിയും എന്തിനവിടെ കണക്റ്റഡ് ആണ്? എക്കണോമിക്സ് എന്ന് പറയുന്ന ഡിസിപ്ലിനുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ്. ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ് സംസാരിക്കുന്ന ബിസിനസ്സിൻ്റെ ഭാഷയാണ്, ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. നമുക്ക് എങ്ങനെ ബിസിനസ്സിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും? അക്കൗണ്ടിങ്ങിൽ പറയുന്ന കണക്കുകളിലൂടെയാണ് നമുക്കൊരു ബിസിനസ്സിനെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ സക്സസോ ഫെയിലിയറോ ലാഭമോ നഷ്ടമോ എന്നുള്ളത് അക്കൗണ്ടിങ്ങിൽ പറയുന്ന കണക്കുകളിലൂടെ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള ഈ പറയുന്ന കണക്കുകളിലൂടെ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയുള്ള കണക്കുകളിലൂടെ നമുക്ക് കൂട്ടിയും കുറച്ചും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ലാഭമോ നഷ്ടമോ, അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, പ്രോഫിറ്റ് എത്ര എന്നുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഡിസിപ്ലിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതും ബിസിനസ്സിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഡിസിപ്ലിനാണ്. അതും മാനേജീരിയൽ എക്കണോമിക്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ്. മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യം നടത്തിക്കുന്ന ഒരു കലയാണ് ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ എന്തിലേക്ക് എത്തിക്കണം? വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് എന്തിലേക്ക് എത്തിക്കണം? ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം, എയിമിലേക്ക്, പ്രോഫിറ്റ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് എയിമിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതായിരുന്നു നമുക്ക് ഇതുവരേക്കുള്ള മാനേജ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിലേക്കുള്ള ആ ഒരു എയിം എന്ന് പറയുന്നതിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ സാറ്റിസ്ഫാക്ഷനിലൂടെയുള്ള, മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് മാനേജ്മെന്റ് മാറി വരുന്നുണ്ട്. അപ്പം അതും മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനും മാനേജീരിയൽ എക്കണോമിക്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡിസിപ്ലിൻ എല്ലാം എന്തുമായിട്ട് കണക്റ്റഡ് ആണ്?
ഈ മാനേജീരിയൽ എക്കണോമിക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് ഡിസിപ്ലിനുകളെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് എക്കണോമിക് അനാലിസിസ്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് എക്കണോമിക് അനാലിസിസ്, സാമ്പത്തിക വിശകലനം. എന്താണ് എക്കണോമിക് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക വിശകലനം, എക്കണോമിക് അനാലിസിസ്. എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാനേജീരിയൽ എക്കണോമിക്സിന്റെ ഒരു ഹേർട്ടാണ് എന്ന് തന്നെ നമുക്കിതിനെ പറ്റി പറയാൻ പറ്റും. എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതില്ലെങ്കിൽ എക്കണോമിക് അനാലിസിസിലൂടെയാണ് നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ അറിയുന്നത്. ഈ ഒരു വിശകലനത്തിലൂടെയാണ് ഇത് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ എത്ര ടൈപ്പ് എക്കണോമിക് അനാലിസിസ് ആണ് വരുന്നത്? ഫസ്റ്റ് വൺ നോക്കുക, മൈക്രോ വേഴ്സസ് മാക്രോ. മൈക്രോ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. മൈക്രോ എന്താണ്, മാക്രോ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മൈക്രോ അനാലിസിസ് എന്ന് പറയുന്നത്? ഓരോ വശങ്ങളും സൂക്ഷ്മമായിട്ട് ഓരോ പോയിന്റ് വൈസായിട്ട് നമ്മളത് സൂക്ഷ്മമായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ ഐറ്റവും നമ്മളെടുത്ത് അതിനെ വിശകലനം ചെയ്യുന്നതാണ് ഇത് മൈക്രോ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ്, കോസ്റ്റ്, കൺസ്യൂമർ, അതുപോലെ തന്നെ മാർക്കറ്റ്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടും നേരിട്ട് എടുത്ത് പരിശോധിച്ച് വിശകലനം ചെയ്യുന്നതാണ്. സൂക്ഷ്മമായിട്ടുള്ള ഒരു വിശകലനമാണ് ഏതിൽ വരുന്നത്? മൈക്രോ അനാലിസിസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തൊരു കാര്യം വരുന്നത് മാക്രോ അനാലിസിസ് ആണ്. മാക്രോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് സ്ഥൂല വിശകലനം, അതായത് സ്ഥൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം, അതായത് മൊത്തത്തിലുള്ള ഓൾ ഇന്ത്യ, ഒരു രാജ്യത്തെ മൊത്തം കണക്കുകളും നമ്മൾ എടുത്ത് പരിശോധിക്കുന്നതാണ്, വിശകലനം ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റം അല്ല, മൊത്തം ദേശീയ വരുമാനം, മൊത്തം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എത്രയാണ്, ഒരു രാജ്യത്തിനകത്തെ പ്രൊഡക്ഷൻ എത്രയാണ്, ഒരു രാജ്യത്തിനകത്തെ മൊത്തം ടാക്സ് എത്ര കിട്ടി, അല്ലെങ്കിൽ മൊത്തം ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, ഡിഫ്ലേഷൻ എത്രയാണ്, എത്ര എക്സ്പോർട്ട് ചെയ്തു, എത്ര ഇമ്പോർട്ട് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്നതാണ് ഇത് വരുന്നത് മാക്രോ അനാലിസിസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് അനാലിസിസ് വരുന്നത് പാർഷ്യൽ വേഴ്സസ് ജനറൽ എക്വിലിബ്രിയം. അതിൽ പാർഷ്യൽ ആയിട്ടുള്ള അനാലിസിസ്, പാർട്ടായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യാണ്. എന്താണ് പാർട്ട്? അതിൽ നമ്മളൊരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് നമ്മൾ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു പാർട്ട് മാത്രം എടുത്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ പഠിക്കുന്നതിനെയാണ്, നമ്മൾ വിശകലനം ചെയ്യുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് പാർഷ്യൽ അനാലിസിസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ്, പ്രൈസ് മാത്രം, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് മാത്രം, അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ മാത്രം, ഇങ്ങനെ എടുത്ത് നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശകലനമാണ് ഇത് പാർഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു പാർട്ടല്ല, ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമ്മൾ എടുത്ത് പരിശോധിച്ച് എല്ലാ വശങ്ങളും വിശകലനം ചെയ്ത് നമ്മൾ അതിലൊരു തീരുമാനം എടുക്കുക. അതാണ് നമ്മൾ ജനറൽ എക്വിലിബ്രിയം. നമ്മൾ ഒന്നിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയല്ല, എല്ലാത്തിനും ഇമ്പോർട്ടൻസ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ എല്ലാം പ്രോബ്ലം തന്നെയാണല്ലോ, എല്ലാത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം, എല്ലാം സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത് ജനറൽ എക്വിലിബ്രിയം. ആ ഒരു വിശകലനം അനാലിസിസിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അനാലിസിസ് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്. എന്താണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാറ്റിക്, സ്ഥിരമായിട്ട്. അപ്പോൾ അവിടെ ടൈം അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ടൈം വെച്ചിട്ട് നമ്മൾ ടൈം കൺസിഡർ ചെയ്തിട്ട് പറയണം ഒരു പർട്ടിക്കുലർ ടൈമിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലം, ആ പ്രോബ്ലം അതിന് മാറ്റമില്ല, ആ പ്രോബ്ലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമുള്ള സ്ഥിരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്തിട്ട് അത് അങ്ങനെ തന്നെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്, സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതിന് മാറ്റമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഈ കാലം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു,
മാറുന്ന ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ ടൈം മാറുന്നതിനനുസരിച്ച് കാലാവസ്ഥ മാറുന്നു, അല്ലെങ്കിൽ ആളുകൾ മാറുന്നു, ലൈഫ് സ്റ്റൈൽ മാറുന്നു, ജീവിത രീതികളും ടേസ്റ്റും ഇൻകവും എഡ്യൂക്കേഷൻ അങ്ങനെ മൊത്തത്തിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ ജനറേഷൻ മാറുന്നുണ്ട്, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം, ഒരു പ്രോബ്ലം പെർട്ടിക്കുലറായിട്ട് സ്ഥിരമായിട്ട് നിൽക്കില്ല, പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ വിശകലനം ചെയ്യണം, സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെയും നമ്മൾ വിശകലനം ചെയ്യണം. എന്നാൽ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ്സിൽ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അനാലിസിസ്, വിശകലനം ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഒരു ടൈപ്പ് എക്കണോമിക് അനാലിസിസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പോസിറ്റീവ് വേഴ്സസ് നോർമേറ്റീവ്. എന്താണ് പോസിറ്റീവ്? പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂത്ത് ആണ്, സത്യമായിട്ടുള്ള ഒരു കാര്യം, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ അതാണ് പോസിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ വാട്ട് ഈസ് എന്താണ്, അല്ലെങ്കിൽ ഇതിലൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിഇഒൻ്റെ സാലറി ഒരു 3 lakh ആണ്, അല്ലെങ്കിൽ ഒരു 5 lakh ആണ്. ഒരു സ്ഥാപനത്തിൻ്റെ സിഇഒൻ്റെ സാലറി 5 lakh ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. വാട്ട് ഈസ്, അയാളുടെ സാലറി എത്രയാണ്? അപ്പോൾ വാട്ട് ഈസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ആൻസർ ഉണ്ട്. സാലറി എത്രയാണ്? 5 lakh. അപ്പം ആ ഒരു കാര്യം അതൊരു ട്രൂത്താണ്, സത്യമായിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നോർമാറ്റീവ് എന്ന് പറയുന്നതിൽ ഇതിൽ വാട്ട് ഇറ്റ് ഷുഡ് ബി എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ ഒരു കൺസെപ്റ്റാണ്, നമ്മളുടെ ഓരോരുത്തരുടെ കൺസെപ്റ്റ് പ്രകാരം അത് മാറാം. നമ്മളുടെ ഒരു വ്യൂ, കാഴ്ചപ്പാട് പ്രകാരം നമ്മളിങ്ങനെ ഒരു നിഗമനം പറയുകയാണ്. ഇതിൽ ഈ ഒരു സിഇഒൻ്റെ സാലറി കുറച്ചുകൂടി കൂട്ടിയാൽ നന്നായിരുന്നു, കാരണം അവർ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ഥാപനം അത്രയും ഫേമസ് ആയി വരികയാണ്, അല്ലെങ്കിൽ അവർക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ട്, ലാഭമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അവരുടെ സാലറി കൂട്ടാം എന്നുള്ള ഒരു കാര്യം പറയുകയാണ്. അതൊരു നിഗമനം, ഒരു എന്താണ് പറയുക, ഒരാളുടെ അഭിപ്രായം. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതാണ് നോർമാറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമാറ്റീവ് അനാലിസിസ് വരെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രൂത്താണ്, അത് സത്യമാണ്, അതിൽ മാറ്റമില്ല, ഇപ്പം ഇത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സാലറി ഇത്രയാണ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് അനാലിസിസ്. നോർമാറ്റീവില് നമ്മൾ അത് അങ്ങനെ ആയിക്കൂടെ, ആവാമല്ലോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, നമ്മളുടെ ഒരു അഭിപ്രായം, ഒരു നിഗമനം, ഒരു വ്യൂ, കാഴ്ചപ്പാട്, നമുക്കൊരു സജഷൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനാലിസിസ് ആണ് നോർമാറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് എക്കണോമിക് അനാലിസിസ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ഇത്, ഈ പറയുന്ന വിശകലനങ്ങൾ. നമ്മൾ മാക്രോ അനാലിസിസ്, പാർഷ്യൽ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഡൈനാമിക്, പോസിറ്റീവ് നോർമാറ്റീവ്, ഇങ്ങനെയുള്ള വിശകലനം, സാമ്പത്തികമായിട്ടുള്ള അനാലിസിസ് എന്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്താറുണ്ട്, മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഡിസിഷൻ